AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. അല്ല, അതിനാണല്ലോ അഴിമതി ഇല്ല എന്നുള്ള കോടതി 3 കോടതി പറഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ അഴിമതി കറപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൃത്യമായി തിരുവനന്തപുരം വിജിലൻസ് കോടതി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാനതാ ചോദിക്കുന്നത്, 1,72,00,000 അതിന് ഇൻകം ടാക്സ് കൊടുത്തതാണ്, അതിന് GST കൊടുത്തതാണ്. മറ്റേന് അതൊന്നും കൊടുത്തിട്ടില്ല. മറ്റേന് അതൊന്നും കൊടുക്കാത്തതിൻ്റെ ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കണം, കൊടുക്കാത്തതിൻ്റെ ഭാഗമായി CMRL എന്ത് ചെയ്തു? CMRL അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് മതിയായ ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല, വരുമാനം നിങ്ങൾ കുറച്ച് കാണിച്ചു, അപ്പം അതുകൊണ്ട് ഇത്രയും കൂടി നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. അതവർ കൊടുക്കുകയും ചെയ്തു. അവരെ ആ കാശ് കൊടുത്തു. ആര് കൊടുത്തു? CMRL കൊടുത്തു. അപ്പോ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ത് പറഞ്ഞു? ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞു ഇതോടുകൂടി കഴിഞ്ഞു, ഇനി പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചോദിച്ചത് നന്നായി. ഒരു ഏജൻസി പറയുകയാണ് ഇവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ എടുക്കണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ മറ്റൊരു ഏജൻസി പറയുകയാണ് ഇപ്പൊ ഞങ്ങൾ കുറ്റപത്രം കൊടുത്തു എന്ന്. ഏതാ നിൽക്കുക? അത് പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കാലമായില്ല ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സുഖം കിട്ടുമല്ലോ. മലയാളത്തിലൊരു ശൈലിയുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അൺപാർലമെന്ററി ആകുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊരു സുഖമുള്ള കാര്യമാണല്ലോ, രാജിവെക്കണമെന്ന് പറയുന്നത്. അല്ല, അതെല്ലാം കോടതി 2 കോടതി 3 കോടതി തള്ളി, ഒരു ഹൈക്കോടതിയും തള്ളി, 2 വിജിലൻസ് കോടതിയും തള്ളിയില്ലേ. അഴിമതിയായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് പറയണ്ട, അത് ഇവർക്ക് നോക്കാനുള്ള ഒരധികാരവും ഇല്ല, യാതൊരു അധികാരവും ഇല്ല. അഴിമതിയായി ബന്ധപ്പെട്ടുകൊണ്ട് മതിയായിട്ടുള്ള ഇൻകം ടാക്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മതിയായ ഇൻകം ടാക്സ് ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് അവർക്ക് ഇൻകം ടാക്സ് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റിയും ഞങ്ങൾ 2 സ്ഥാപനത്തിനും കൊടുത്തു എന്ന് ഉത്തരവും വന്നതാണ്. പിന്നെ ഇപ്പം ഇവർ പറയുന്നത് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ്. ഞങ്ങളിപ്പോൾ ധൃതി പിടിച്ചിട്ട് കുറ്റപത്രം കൊടുക്കാൻ പോകുന്നില്ല, ഹൈക്കോടതിയുടെ വിധി വരുന്നത് വരെ